ജോലിയും കഴിഞ്ഞ് വന്ന വഴി മാർക്കറ്റിൻ്റെ അടുത്തായിട്ട് ഒത്തിരി തട്ടുണ്ട്. ആ തട്ടിൽ കുറച്ച് മീൻ വിൽക്കണുണ്ടായി. അപ്പോൾ നല്ല പച്ച അയിലയുടെ വാങ്ങട്ടെ എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞാൽ വാങ്ങിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അധികം ഒന്നും വാങ്ങണ്ട, ഒരു 1/2 കിലോ എന്തെങ്കിലും മേടിച്ചാൽ മതിയേട്ടാന്ന് പറഞ്ഞായിരുന്നു. അതപ്പം ഇന്ന് നന്നാക്കി കറി വെക്കുന്ന രീതി കാണിച്ചു തരാവേ. കൊണ്ടുവന്നപ്പോൾ തന്നെ കുറച്ച് നേരം ഞാൻ ആ മീനൊന്ന് വെള്ളത്തിലിട്ടായിരുന്നു. ജോസിനെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഉള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് കുഞ്ഞുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു 3 പച്ചമുളക് നെടുകെ കീറിയും കൂടി വെച്ചിട്ടുണ്ടായേ. അയിലൊക്കെ അധികം പണിയില്ലാത്തതാണ് ഞാൻ അയിലാണ് എടുത്തത്. കുറച്ച് ചാള ഉണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു. അയിലക്ക് അധികം ചെതമ്പലൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെതമ്പലൊക്കെ ഒന്ന് കുത്തിക്കളഞ്ഞിട്ട് മീനിൻ്റെ ചുണ്ടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ചെകിള പിടിച്ച് പുറകിലോട്ട് വലിക്കുമ്പോൾ സൂപ്പറായിട്ട് ഇങ്ങനെ പോന്ന് കിട്ടുവേ. ചെറിയൊരു കല്ല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കല്ലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തേക്കാം. അത് ഒരു ഉളുമ്പ് ഉണ്ടാവുമല്ലോ, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തേച്ചാൽ മതിയേ. മീനൊക്കെ നന്നാക്കിയിട്ട് മുറിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഉള്ളിൽ ഒരു കറമ്പലുണ്ടാവുമല്ലോ വയറിൻ്റെ ഭാഗത്തൊക്കെ, അതൊക്കെ ക്ലീൻ ചെയ്യണത് അപ്പോഴാണ് കേട്ടോ. മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് നമുക്ക് ചട്ടി കഴുകിയിട്ട് അടുപ്പത്തോട്ട് വെക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ചതച്ച് വെച്ചതും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ചൈലയാറിന് ഞാനിന്ന് തിളപ്പിച്ച് വെക്കണേനെ, നാളെ ഞാൻ എടുക്കത്തുള്ളൂ. ഉള്ളിയും വേപ്പിലയും പച്ചമുളകൊക്കെ അധികം ഒന്നും മുരിഞ്ഞു പോകരുത്, ഈ ഒരു പാകത്തിന് വേണം എടുക്കാനായിട്ട്. ആ സമയത്ത് വറ്റൽമുളക് 2 സ്പൂണോളം വറ്റൽമുളക് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത്. ചതച്ച വറ്റൽമുളകില്ലേ അത്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണോളം കാശ്മീരി ചില്ലിയുടെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാനും കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കാളും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുമ്പോഴേക്കാളും ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുക. തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് 1 സ്പൂൺ ചൊറുക്ക് ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു കയ്യിൽ നിന്നാണ് കേട്ടോ ചൊറുക്ക് ഒഴിച്ചു കൊടുത്തിരിക്കണം. വിനാഗിരി എന്നൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ മീനെല്ലാനും കൂടി ഇടുന്നതിന് തിളക്കുമ്പോൾ നല്ല വെട്ടി തിളക്കുമ്പോൾ വേണം മീനിടാനായിട്ട്. ആവശ്യത്തിന് പുളിയും ഉപ്പൊക്കെ നമുക്ക് നോക്കി ചേർക്കാവുന്നതാണ്. ഈ പുളിയാണ് കറക്റ്റ്. വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ചതച്ച വറ്റൽമുളക് ഇട്ട് തിളപ്പിച്ച അയിലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.